ഹായ് എവരി വൺ, വെൽക്കം ടു ക്വിസിൻസ്. എല്ലാവർക്കും ക്വിസിൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു ടേസ്റ്റി കേരള ചിക്കൻ ഫ്രൈ. 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യാറില്ല, പുതിനയില മല്ലിയില പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യാറില്ല. ഇത് ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, നാരങ്ങ നീര്, ഉപ്പും ഗരം മസാലയും ഇത്രയും മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് വേണ്ടത് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്. ഇത് കുറച്ച് മീഡിയം കട്ട ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും വലുതാക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് കട്ട് ചെയ്ത് എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. അതും ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്, സോ അതുകൊണ്ടാണ് അത്ര ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, നാടൻ ഡിഷ് ആയതുകൊണ്ട് കുറച്ചും കൂടെ കുരുമുളക് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉപ്പ് വേണം, അത് ആവശ്യത്തിന് മാത്രം ചേർക്കുക, വേണമെങ്കിൽ വീണ്ടും ചേർക്കാം ഉപ്പ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതൊരു സ്പെഷ്യൽ ഗരം മസാല പൗഡറാണ്. ഇതിനൊരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. നമ്മുടെ നോർമൽ കേരള ഗരം മസാല അല്ല ഇത് ഒരു തമിഴ്നാട് ഗരം മസാലയാണ്. അതൊരു 3 സാധനം വെച്ച് മാത്രം ഒരു പൊടിച്ചെടുക്കുന്ന ചിക്കനും മട്ടനും ഒക്കെ ഇടുന്ന ഒരു മസാലയാണ്. ഒരു ചെട്ടിനാട് സ്റ്റൈലൊരു മസാലയാണ്. അതിൻ്റെ വേണ്ടത് ഒരു നാരങ്ങയുടെ ഒരു നാരങ്ങയല്ല, അതിൻ്റെ ഒരു അര കട്ട് ചെയ്ത് വെച്ചിട്ട് നീര് വേണം. അത് നമുക്ക് ചിക്കൻ ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ആയിട്ട് ഇതിനകത്തോട്ട് ഇടാം. അതിന് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം ഒന്ന് അപ്പോൾ എല്ലായിടത്തും ഈ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം മിക്സ് ആക്കും. നമ്മളിതിൽ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം, പക്ഷേ എനിക്കത് അത്രയും ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാ മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് തിരുമ്മി, കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിരുമ്മണം. വേറെ സ്പൂണൊന്നും യൂസ് ചെയ്യേണ്ട, കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മുക. എന്നിട്ട് കൈ കഴുകി കളയുക. സ്മെല്ല് ചിലവർക്ക് ചിക്കൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞതാണേ. സോപ്പിട്ട് കഴുകി അല്ലെങ്കിൽ വിനീഗർ ഇട്ട് കഴുകിയാലൊക്കെ ചിക്കൻ്റെ സ്മെല്ല്, ഫിഷിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോകും. ഇനി ഇതൊന്ന് തിരുമ്മിട്ട് എനിക്ക് കാണിച്ചു തരാം. എടുത്ത് വെച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് നാരങ്ങയൊക്കെ ചേർത്തിന് തിരുമ്മി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഫ്രീസറിലോ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തട്ടിലോ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി വെക്കണം. അല്ലെങ്കിൽ ഉപ്പും എരിയും ഒന്നും കറക്റ്റായിട്ട് പിടിക്കത്തില്ല. ഇത് കുറച്ച് നേരം വയ്ക്കുക. ഒരു 4-5 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലാണ് അതിൻ്റെ താഴത്ത് തട്ടി വെച്ചാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഒരു മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യാൻ പോവുകയാണ്, എന്നാലേ ഇതിന് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടാവുന്നുണ്ട്. കടായി നല്ല ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ ആയതുകൊണ്ട് കുറച്ചേറെ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് മതിയെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രൈ പാനിനകത്ത് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ച് എടുക്കും. ഇത് നമ്മളിപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്നില്ല, നമ്മളിപ്പോൾ തുറന്നു വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. We making and we wanted chicken. Can you help me? Okay. ഹരിക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണേ. ഇതൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലോ
വേറെ കോൺ ഓയിലോ കനൽ ഓയിലോ ഒക്കെ യൂസ് ചെയ്താലും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് വരില്ല. ആണ് ഹരി ചിക്കൻ എടുത്തിടാൻ പോവുക. പറ്റുമോ? ചൂടായല്ലോ. അതാണ് അങ്ങനെ നമ്മളുടെ കേരള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇത് കിട്ടും. ഈ പറയുന്ന കറക്റ്റ് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഇതേപോലത്തെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല സമയമുണ്ട് വീട്ടിൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.